കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണിത്. ബസ്സിൽ വെച്ച് തനിക്കൊരു മോശം അനുഭവം ഉണ്ടായെന്നൊരു പെൺകുട്ടി ആരോപിക്കുകയും ആരോപണ വിധേയനായ വ്യക്തി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കെല്ലാം തന്നെ അറിയാം, അതിലൊരിടത്ത് പോലും അയാൾ മോശമായിട്ട് പെരുമാറുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നിട്ടും എങ്ങനെയായിരിക്കും ഇത്രയേറെ പേരിലേക്ക് ആ വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടത്? ലൈക്കുകളും കമൻറ്റുകളും ഫോളോവേഴ്സും ആ പെൺകുട്ടിക്കുണ്ടായത്. അത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ പെൺകുട്ടി നമുക്ക് മുന്നിലേക്ക് തന്നെ ഓടി വന്നത്? എന്നു മുതലാണ് ഇൻസ്റ്റാഗ്രാം ഒരു അപ്രഖ്യാപിത കോടതിയായത്? പോലീസിനേക്കാളും കോടതിയെക്കാളും വലിയ ന്യായാധിപന്മാർ ഇൻസ്റ്റയിലുണ്ടെന്ന തോന്നൽ അതെവിടെ നിന്നാണ് വന്നത്? ആ തോന്നൽ, ആ ധൈര്യം അതുണ്ടാക്കിയത് നമ്മൾ തന്നെയാണ്. വ്യക്തമായ പേരോ രൂപമോ ഇല്ലാതെ ഒരു ഇൻസ്റ്റഗ്രാം ഐഡിയുടെ പുറകിൽ മറഞ്ഞിരുന്നു കൊണ്ട് നമ്മൾ ഓരോരുത്തരെയും വിധിക്കും. സത്യങ്ങളോ തെളിവുകളോ കാണാതെ വെറും 60 സെക്കൻഡ് നൽകുന്ന അവ്യക്തമായ തോന്നിയവാസത്തിന് നമ്മൾ കാതു കൊടുക്കും. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന കോമഡിയുടെ മറവിൽ നമ്മൾ വായി തോന്നിയതെന്തും വിളിച്ചു പറയും കമൻറ്റുകളിലൂടെ. ഇങ്ങനെയുള്ള നമുക്ക് മുന്നിലേക്ക് അവൾ ആ മനുഷ്യനെ വലിച്ചെറിഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ യാതൊരുവിധ അത്ഭുതവും വിചാരിക്കാനില്ല. ഇനി എങ്ങും കാണാം നമ്മുടെ കരഞ്ഞു മെഴുകിയ അടുത്ത തുറുപ്പ് ചീട്ട്. #അവനൊപ്പം.